നമസ്തേ. അയോധ്യയിൽ ഒരു നാൾ ആനന്ദം നിറഞ്ഞിരുന്നതിനിടയിലാണ് നിശബ്ദതയുടെ കറുത്ത കാറ്റ് വീശിയത്. രാജാവ് ദശരഥൻ ശ്രീരാമന്റെ രാജാഭിഷേകം പ്രഖ്യാപിച്ചിരുന്ന ദിവസം. അതേ രാത്രിയാണ് കൈകേയിയുടെ മനസ്സിലെ ഇരുണ്ട വാതിൽ തുറന്നത്. മനസ്സിൽ വളർന്നിരുന്ന മോഹവും മനുഷ്യത്വ നഷ്ടമായ ആലോചനകളും ചേർന്ന് അവൾ ചോദിച്ചു രണ്ട് വാക്കുകൾ: ഭരതന് രാജ്യം, രാമന് വനവാസം. ഈ വാക്കുകൾ ദശരഥന്റെ ഹൃദയത്തെ തകർത്തിരുന്നു. രാജാവ് അലയുമ്പോഴും രാമൻ ചിന്തിച്ചില്ല. അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഒരു ദുഃഖവും പ്രത്യക്ഷമായില്ല. പിതാവിൻ്റെ വാക്കാണ് തൻ്റെ ധർമ്മം. അതാണ് രാമൻ ചെയ്തത്. കൗസല്യമാതാവിനെ കഠിന മനസ്സോടെ വിട പറഞ്ഞ് സീതയ്ക്കും ലക്ഷ്മണനും ഒപ്പം വനത്തിലേക്ക് പുറപ്പെട്ടു. അയോധ്യയുടെ ഇരുട്ടായിരുന്നതിൽ നിന്ന് പ്രകാശം കൊണ്ടുവന്നത് രാമൻ്റെ ധൈര്യമായിരുന്നു. ഒരിടത്തോളം വേദനയും അർപ്പണവും ചേർന്ന ആ കാഴ്ചയിൽ ദൈവികതയുടെ ഒളിച്ചൊതുങ്ങിയ വലിയൊരു പാഠമുണ്ടായിരുന്നു. അതാണ് രാമൻ രാജ്യം വിട്ടിരുന്നതിൻ്റെയും സുഖം ത്യജിച്ചതിൻ്റെയും പ്രതീകം.